ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ കലി ഷംറാസ്. വ്ളോഗിംഗ് എന്ന ഒരു കലയ്ക്ക് ഇത്രയേറെ മാധുര്യമുണ്ട് എന്ന് അനുഭവിച്ചറിഞ്ഞ ഒരാഴ്ചയാണ് കടന്നു പോകുന്നത്. മനസ്സിൽ പണ്ടേ ഉള്ളൊരാഗ്രഹമായിരുന്നു എൻ്റെ ഉപ്പായുടെ കുടുംബത്തെക്കുറിച്ചൊരു വ്ളോഗ് ചെയ്യണമെന്നുള്ളത്. ആ ആഗ്രഹം സഫലീകരിക്കപ്പെട്ട ഒരു ദിനം. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അവരിൽ നിന്ന് അവരുടെ കഥ കേൾക്കാനും ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു കല ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം അതിൽ നമ്മൾ ഫോട്ടോഗ്രാഫിയുണ്ട്, വീഡിയോഗ്രാഫിയുണ്ട്, പരസ്പര സംസാരങ്ങളുണ്ട്. അവരുടെ ഉള്ളിൽ നിന്ന് അവരുടെ സന്തോഷകരമായ മുഹൂർത്തങ്ങളെ റീക്രിയേറ്റ് ചെയ്യലുണ്ട്. തീർച്ചയായിട്ടും വ്ളോഗിങ് ഒരു വസന്തമാണ് എന്ന് ഞാൻ ശരിക്കും തിരിച്ചറിയുകയായിരുന്നു. എൻ്റെ ഉപ്പായോട് പണ്ട് സ്കൂളുകളിൽ ഉപ്പ ഏറ്റവും കൂടുതൽ പറഞ്ഞ ഒരു കഥ വീണ്ടും പറയണം എന്ന് പറഞ്ഞപ്പോൾ അപ്പോഴൊന്നും ഞാൻ ചിന്തിച്ചില്ല ഒരുപാട് മനുഷ്യരെ അവരുടെ ബാല്യകാലത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു കഥയായിരിക്കും അത് എന്ന്. ഇപ്പോൾ ഞാൻ അറിയുന്നു അന്ന് ഞാൻ ചെയ്തത് എത്ര വലിയൊരു കാര്യമായിരുന്നു എന്ന്. ഒരുപാട് മനുഷ്യരെ ചിരിപ്പിക്കാൻ പറ്റി, ഒരുപാട് മനുഷ്യരെ സ്നേഹസമ്പന്നരാക്കാൻ പറ്റി, ഒരുപാട് മനുഷ്യരെ അവരനുഭവിക്കുന്ന മാനസിക വേദനകളിൽ നിന്ന് വിമുക്തരാക്കാൻ പറ്റി. അവരേറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രിയ അധ്യാപകനെ അവരേറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു പഠന റൂമിൽ പോയിട്ട് വീണ്ടും ഒന്ന് ശ്രവിക്കാൻ സഹായിച്ചു എന്നുള്ളത് എനിക്ക് നൽകുന്ന മനസ്സംതൃപ്തി വളരെ വലുതാണ്. അതുമാത്രമല്ല, എൻ്റെ ബാല്യകാല സുഹൃത്തായ നെജിയോടൊപ്പം ചെയ്ത ഒരു വ്ളോഗ്, അതും പെരുന്നാൾ ദിവസം തന്നെ ചെയ്തതാണ്. അന്നും വെറുതെ ഒരു തമാശക്ക് ഒരു വ്ളോഗ് ചെയ്തു എന്നേ ഉള്ളൂ. എൻ്റെ വണ്ടിയിൽ തന്നെ ക്യാമറയും എല്ലാ സെറ്റപ്പും ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ പങ്കുവെച്ച ഏതാനും ബാല്യകാല അനുഭവങ്ങൾ ഇന്ന് ആ ഒരു രാഷ്ട്രീയ നേതാവിലെ ബാല്യകാലത്തെയുള്ള മാനുഷിക മൂല്യങ്ങളെ ജനതയ്ക്ക് മുന്നിൽ പ്രതിഫലിപ്പിക്കും എന്ന് അന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. അതാ ഞാൻ പറയുന്നത്, വ്ളോഗിങ് അതൊരു വല്ലാത്തൊരു കലയാണ്, വല്ലാത്തൊരു കല. പലപ്പോഴും ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഒരു നാട്ടിൽ ആ നാടിനെക്കുറിച്ചൊരു ട്രാവൽ വ്ളോഗ് ചെയ്യാൻ വേണ്ടി ഞാൻ പോയപ്പോൾ എൻ്റെ കൂടെ ആരുമില്ലായിരുന്നു. അവിടെ ചെന്ന ആ ഒരു സാഹചര്യത്തിൽ അവിടുത്തെ ആൾക്കാരെല്ലാവരും എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരായി മാറുകയായിരുന്നു. കരുവാരക്കുണ്ടിൽ പണ്ട് ഒരു ചെറിയൊരു ട്രാവൽ വ്ളോഗ് ചെയ്യാൻ പോയപ്പോൾ ഉണ്ടായ അനുഭവം. ആ ഒരു ദിവസം എനിക്ക് 50-50ഓളം സുഹൃത്തുക്കളെയാണ് കിട്ടിയത്. ഇന്നലെയും അത് തന്നെ ഉണ്ടായത്, പെരുന്നാൾ ദിവസവും. അമ്മായിയുടെ വീട്ടിൽ വ്ളോഗ് ചെയ്യാൻ പോയപ്പം അവിടെ തടായിൽ എന്നറിയപ്പെടുന്ന സ്നേഹസമ്പന്നരായ ഒരുപാട് മനുഷ്യർ ജീവിക്കുന്ന ഒരു സ്ഥലത്ത് അവിടുത്തെ ആ ചെറുപ്പക്കാരെ പരിചയപ്പെട്ടപ്പോൾ എനിക്ക് തോന്നി മുൻഗാമികൾ കാണിച്ച ആ ഒരു സ്നേഹസമ്പന്നത ആ കുട്ടികളിലും പ്രതിഫലിക്കുന്നത് ഞാൻ കണ്ടു. പിന്നെ എൻ്റെ വിച്ചിപ്പയെക്കുറിച്ചൊരു വ്ളോഗ് ഞാൻ ചെയ്തിരുന്നു. ആ വ്ളോഗ് എനിക്ക് തോന്നുന്നു സുൽത്താൻ ബത്തേരിയിൽ വിച്ചിപ്പ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോലും അതിൻ്റെ ഒരു തരംഗം ഉണ്ടായി എന്നുള്ളത് ആ വ്ളോഗിൻ്റെ വ്യൂവേഴ്സിനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. വ്ളോഗിങ് കല ഇത്രയേറെ മനോഹരമാണ് എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പലപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട്, ഇതിനൊക്കെ നിങ്ങൾക്ക് എവിടെയാണ് സമയമെന്ന്. ഒരുപക്ഷെ ഞാൻ ഏറ്റവും എളുപ്പത്തിൽ ഒരുപാട് കുടുംബക്കാരെ സന്ദർശിച്ച് പൂർത്തീകരിച്ച ഒരു പെരുന്നാളായിരുന്നു കഴിഞ്ഞ ദിവസം. എന്താ ഉണ്ടായത്? ഒന്നും ചെയ്ത് നമ്മൾ സാധാരണ പെരുന്നാൾ ദിവസം നമ്മൾ വിരുന്ന് പോകുന്നത് പോലെ അവരുടെ വീട്ടിൽ വിരുന്ന് പോകുന്നു. ഇന്ന് പകരം ഒരു ക്യാമറയും ഒരു മൈക്കും എല്ലാം കൂടെ ഉണ്ടായിരുന്നു എന്ന് മാത്രം. അതിൽ കവിഞ്ഞ് ഒന്നും. ഓരോ പെരുന്നാളും നമ്മൾ കൂടിയിരിക്കുന്നു, അന്ന് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. അതുപോലുള്ളൊരു ചർച്ച അതൊരു വ്ളോഗിന് വേണ്ടി ചെയ്യുന്ന രീതിയിൽ ചെയ്തു എന്നല്ലാതെ അതിനുവേണ്ടി പ്രത്യേക ടൈമിൻ്റെ ഡെഡിക്കേഷനോ ഒന്നും വേണ്ടി വന്നില്ല. ഇനി എഡിറ്റ് ചെയ്യാലോ ഒന്നുമില്ല. നമ്മളിപ്പോൾ ഒരു വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്താൽ നമ്മൾ കാണുന്നത് പോലെ ഒറ്റയടിക്ക് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ ഇടുന്നു, പിന്നെ ഇങ്ങനെ കണ്ടുപോകുന്നു. അതിനിടയിൽ വേണ്ടാത്ത കാര്യങ്ങളോ അതിനുള്ളിൽ ആവർത്തിച്ച് വരുന്ന കാര്യങ്ങളോ കട്ട് ചെയ്ത് കളയുന്നു. ഇൻസ്റ്റൻ്റായിട്ട് 52 മിനിറ്റുള്ള ഒരു വ്ളോഗ് ഫാമിലി ചരിത്രത്തിൽ നിന്നും ഇന്നത്തെ കുട്ടികൾക്കും ഇന്ന് ജീവിക്കുന്നവർക്കും വേണ്ട മോട്ടിവേഷൻ കണ്ടെത്തിയാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ചരിത്രത്തെ പുനരാവിഷ്കരിക്കാൻ എനിക്കെടുത്തത് ഒരു 1, 2, 3 മണിക്കൂർ. അതിനിടയിൽ ഒരു 52 മിനിറ്റായിട്ട് ആ വീഡിയോ ഷോട്ട് ചെയ്തു. അത് എല്ലാം കൂടി എഡിറ്റ് ചെയ്തിടാൻ വേണ്ടി വന്നത് വെറും 2 മണിക്കൂർ. ആ 2 മണിക്കൂർ ഞാനിതിന് ഉപയോഗിച്ചില്ല, ഞാൻ എന്തായിരുന്നു ചെയ്യുക? എന്തെങ്കിലും ചിലപ്പോൾ ഒരു സിനിമ കണ്ട് സമയം കളയുന്നുണ്ടാവും അല്ലേ? അത്രയേ ഉള്ളൂ. നമ്മൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ നമ്മളിപ്പോൾ തന്നെ അതിന് സമയം കണ്ടെത്തുക. നിങ്ങൾക്ക് വ്ളോഗ് ചെയ്യാൻ ആഗ്രഹമുള്ളവരൊക്കെ ആണെങ്കിൽ ഒരിക്കലും നീട്ടി വെക്കരുത്. ഇപ്പോൾ ആഗ്രഹമുണ്ടോ അതിപ്പോൾ തന്നെ അങ്ങ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഒന്ന്
തയ്യാറെടുപ്പ് നടത്തി ഇതാക്കാനൊന്നും കാത്തിരിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മനോഹരമായിരുന്നു ഈ പെരുന്നാൾ ദിവസം മനോഹരമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്നേഹത്തിൻ്റെ റെവല്യൂഷൻ സൃഷ്ടിച്ച ഒരു ദിവസമായിട്ട് മാറുകയായിരുന്നു. ഒരു നാടിനെ മുഴുവൻ വളരെ സന്തോഷകരമായിട്ടുള്ള, പെരുന്നാൾ സന്തോഷത്തെക്കാളും വലിയ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പറ്റി എന്നുള്ളത് ആ ഒരു ബ്ലോഗിങ് എനിക്ക് നൽകുന്നൊരു മാധുര്യമാണ്. അതൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യങ്ങൾ എന്നും ഞാൻ തിരിച്ചറിയുന്നു. പക്ഷേ വ്ളോഗ് ചെയ്തതിന് ശേഷം അതിലെത്ര പ്രോഗ്രഷൻ വന്നു, അതിലെത്ര ലൈക്ക് വന്നു, ഡിസ്ലൈക്ക് വന്നു നോക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കുറച്ച് സമയം ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ എപ്പോഴെങ്കിലും ഒരു ഫിക്സ് ചെയ്ത സമയത്ത് നമ്മൾ നോക്കിയാൽ മതി എന്ന് എനിക്ക് മനസ്സിലാവുകയും ആ മനസ്സിലാകുന്നതിനനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ വരുത്താൻ ഞാൻ തയ്യാറാവുകയും ചെയ്തു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. അതുപോലെ കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായ വളരെ സന്തോഷകരമായൊരു അനുഭവമായിരുന്നു. പൾസില്ല, BP ഇല്ല, ഏതാണ്ട് മരിച്ചു എന്ന സാഹചര്യത്തിൽ CPR ഒക്കെ കൊടുത്തു, ഓക്സിജനൊക്കെ കൊടുത്തു, ജീവൻ രക്ഷപ്പെട്ടു. അങ്ങനെ വളരെ സന്തോഷിച്ചിരിക്കുന്നൊരു വേളയിൽ ഇപ്പുറത്ത് മറ്റൊരുമ്മ പെട്ടെന്ന് കൊളാപ്സായി മരണത്തിലേക്ക് പോയി. ജീവിതം ഇതാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നവരായിരിക്കില്ല നമ്മുടെ ജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷരാകുന്നത്. പലപ്പോഴും നമ്മളൊക്കെ ചിന്തിക്കാറുണ്ട്, നമ്മളെ പ്രായമായി വരുമ്പോഴൊക്കെ നമ്മളെ വേണ്ടപ്പെട്ടവർ പോയി പോവോ എന്നൊക്കെ. ഈ പ്രായമാവാത്തവരായിരിക്കും അതാലോചിച്ച് ദുഃഖിച്ചിരിക്കുന്നത്. ആ ഒരു വേളയിലായിരിക്കും ചിലപ്പോൾ നാം പോലും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതരായിട്ടുള്ള വ്യക്തികളായിരിക്കും നമ്മൾ മരണത്തിന് കീഴടങ്ങി പോകുന്നത്. അതാണ് മരണം. അത് എപ്പോഴും വേണമെങ്കിലും വരാം നമുക്ക് മുമ്പിൽ. അത് ഇന്ന സമയത്ത് വരണം എന്നൊന്നുമില്ല. കാരണം ഒരുപക്ഷെ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ മനുഷ്യർ മരിക്കുന്നത് ജനിക്കാതെയാണ്, അല്ലേ? ഇന്നിപ്പോൾ കുടുംബാസൂത്രണ നിയമങ്ങളോ മറ്റൊന്നും ഇല്ലെങ്കിൽ എത്ര കുട്ടികൾ ഇവിടെ ജനിക്കേണ്ടിയിരുന്നു. അവർക്ക് ജനിക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുക എന്നുള്ളതും ഒരു മരണം തന്നെയല്ലേ? ആണ്. അങ്ങനെയെങ്കിൽ ഒരു മനുഷ്യൻ്റെ ആവറേജ് ആയുസ് എന്ന് പറയുന്നത് അവരുടെ ആയുസ്സോടും കൂട്ടുകയാണെങ്കിൽ എത്രയായിരിക്കും? ഒരു നിമിഷമായിരിക്കും, അല്ലേ? ആയിരിക്കും. അത്രയേ ഉള്ളൂ. അത്രയും നിങ്ങൾ കാണാൻ പാടുള്ളൂ. ആ ഒരു നിമിഷം എന്ന് പറയുന്നത്, ആ ആവറേജ് ആയുസ് എന്നറിയപ്പെടുന്ന ഒരു നിമിഷം, അത് ഈ നിമിഷമാണ്, ഇപ്പോൾ ജീവിക്കുന്ന നിമിഷമാണ്. ഇപ്പോൾ ഈ ജീവിക്കുന്ന നിമിഷത്തിൽ നമ്മൾ പൂർണ്ണ സന്തോഷത്തോടെയും സംതൃപ്തിയോടെയും നമുക്ക് ഏറ്റവും സന്തോഷം നൽകിയ പ്രവർത്തനങ്ങളിൽ മുഴുകിയും മറ്റുള്ളവർക്ക് ഏറ്റവും സന്തോഷം നൽകിയ കാര്യങ്ങൾ അവർക്ക് പങ്കുവച്ചും നിർവഹിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതുതന്നെയാണ് ഈ ഒരാഴ്ച നിങ്ങൾക്ക് മുമ്പിൽ എനിക്ക് നൽകാനുള്ള ജീവിത സന്ദേശവും. ബൈ.